ഏതാണ് വേണ്ടത്? ഇത് വേണം. പിന്നെ ഇത് ഇരിക്കട്ടെ. ഡിഷ് വേണ്ട. ഡിഷ് വാഷ്. ഇത് മറ്റേ ഫാബ്രിക് സ്റ്റിഫ്നറാണ് കേട്ടോ, മറ്റേ ഷർട്ടിലൊക്കെ ഉപയോഗിക്കണം. പിന്നെ ഇത് മറ്റേ കംഫർട്ടിൻ്റെ അതേ മോഡൽ. മറ്റേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നവരും കടബാധ്യത ഉണ്ടാവുമ്പോൾ ജീവിതം എടുത്ത് തെറ്റായ ചിന്തകളിലേക്ക് പോകുന്നവരും ഈ ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ ജീവിത രഹസ്യം അറിയണം. ഒന്നുമില്ല എന്നും പറഞ്ഞ് സ്വയം പഴി പറഞ്ഞിരിക്കാതെ ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ മാറി മറിഞ്ഞത് ഒരു കുടുംബത്തിൻ്റെ ദുരവസ്ഥ. ആറ്റിങ്ങൽ മണമ്പൂർ സ്വദേശി ആകാശിൻ്റെ സ്വയം തൊഴിൽ മാത്രമല്ല, കഷ്ടപ്പാടുകളെ വെല്ലുവിളിച്ച് സ്വന്തം കുടുംബത്തിന് നല്ല പ്രതീക്ഷ നൽകുന്നതും ഇന്ന് നാട്ടുകാർക്കും ഏറെ പ്രയോജനമാണ്. ബിരുദം പൂർത്തിയാക്കിയ ആകാശ് പലതരത്തിൽ നല്ലൊരു ജോലിക്കായി ശ്രമിച്ചു. ക്യാൻസർ രോഗിയായ അമ്മയുടെ ചികിത്സയും കുടുംബത്തിൻ്റെ ചിലവും എല്ലാം കഴിഞ്ഞു പോകുന്നത് അച്ഛൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്നായിരുന്നു. വീട്ടിലെ സ്ഥിതി വലിയ രീതിയിൽ ബുദ്ധിമുട്ടാണ്. അമ്മ ഇപ്പം ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് ഇപ്പം 2ാമത്തെ ഓപ്പറേഷൻ ആയിരുന്നു ക്യാൻസറിൻ്റെ. അപ്പോൾ വീട്ടിൽ ചോദിച്ചിട്ട് അതിൻ്റെ ഫീസ് അടക്കി പോകാമെന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒരു പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ജോലി നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് ഈ പാർട്ട് ടൈമായിട്ട് പോകുമ്പോൾ നമ്മളെ ഈ പഠിത്തവും ഇതും കൂടെ നേരെ നടക്കില്ല. അപ്പം സ്വന്തമായിട്ട് എങ്ങനെയെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഓരോരുത്തരൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം കുറച്ച് ആൾക്കാരൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഏതെങ്കിലും ഒരു ചെറുകിട വ്യവസായം തുടങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് അതിന് നല്ല എമൗണ്ടൊക്കെ ആവുന്ന തോനെ ബിസിനസ്സുകളേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ ക്ലീനിങ് പ്രോഡക്ട്സ് എന്നൊരു ഇതിലോട്ട് വന്നത്. അതിൽ മെയിനായിട്ട് ഒരു 10,000-3,000 രൂപ ചിലവ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ചെയ്യാന്നുള്ള ഇതിലാണ് ഞാൻ ഇറങ്ങിയത്. അങ്ങനെ ആദ്യമൊക്കെ കുറച്ച് വീടുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ വർഷം ആദ്യമൊക്കെ ആയിരുന്ന സമയത്ത് ലൈസൻസിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ തുടങ്ങി. പിന്നെ ലേബൽ ചെയ്ത് കടകളിൽ മാർക്കറ്റ് എങ്ങനെ എത്തിക്കാൻ പറ്റുള്ള രീതിയിൽ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ പഞ്ചായത്തിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷിച്ച് ലൈസൻസ് 2-3 മാസമായപ്പോൾ ലൈസൻസ് ഓക്കെ ആയി. ഇപ്പോൾ വീട്ടിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്നാണ് സഹായിച്ച് ചെയ്യുന്നത്. ഇപ്പം വീട്ടിലെ ചിലവും കാര്യങ്ങളും ഇപ്പം അച്ഛനാണ് നോക്കുന്നത്. ഇപ്പം അച്ഛൻ തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. അത് അമ്മയുടെ ഈ ട്രീറ്റ്മെൻറ്റും കേസിനുമായിട്ട് പോവും. അമ്മയ്ക്ക് മാസം എന്തായാലും ഒരു 10,000-5,000 6,000 രൂപ അടുപ്പിച്ച് ട്രീറ്റ്മെൻറ്റ് അമ്മയ്ക്ക് തന്നെ ആവും. അപ്പം അച്ഛൻ്റെ ശമ്പളവും വീട്ടു ചിലവും അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പം അതിൽ നിന്നൊരു എമൗണ്ട് എനിക്ക് ഫീ ആയിട്ട് തരാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരെല്ലാം നല്ലോണം സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. അതിന് ശേഷം ലൈസൻസും കാര്യങ്ങളും എല്ലാം റെഡിയായി. പിന്നെ ലേബലിംഗ് എല്ലാം ചെയ്ത് എല്ലാവരെയും സഹായം കുറച്ച് പേര് എനിക്ക് ക്യാഷൊക്കെ തന്നായിരുന്നു. ഇത് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ തന്ന് നമ്മളെ ഫ്രണ്ട്സിൻ്റെ വീടുകളിൽ നിന്ന് തന്നെയാണ് തന്നത്. അതിനുശേഷം ഇതെല്ലാം പ്രോഡക്റ്റ് ഉണ്ടാക്കി ഓരോ കടകളിൽ ആദ്യമൊക്കെ കടകളിൽ ചെല്ലുമ്പോൾ നമുക്കറിയാമല്ലോ, സാധാരണ ഈ ബ്രാൻഡ് ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് കൂടുതൽ എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ എല്ലായിടത്തും ചെന്നപ്പം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഇതുണ്ടായിരുന്നു. പിന്നെയും വിചാരിച്ച് ഇതെന്തായാലും ഇതുകൊണ്ടേ നടക്കുകയുള്ളൂ. ഇത്രയും പൈസ, അതായത് എന്നെ അപേക്ഷിച്ച് ഒരു 10,000-3,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ ക്യാഷാണ്. അപ്പം ഇതെങ്ങനെയും വിറ്റ് ക്യാഷ് ആക്കിയാൽ മാത്രമേ എനിക്ക് പിന്നെ മുന്നോട്ടുള്ള പഠിത്തം എല്ലാം റെഡി ആവുള്ളൂ. അതുകൊണ്ട് ഇത് വിടണ്ട എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ ചെറിയ അതായത് ചെറിയ കടകളിലൊക്കെ ഞാൻ ചെന്ന് കാര്യം പറഞ്ഞ് ഇത് കൊടുത്ത് അതിന് ശേഷം അവിടെ നല്ല ഡിമാൻഡൊക്കെ ഉണ്ടായിരുന്നു. ഈ ലോഷനും ഡിഷ് വാഷൊക്കെ നല്ല രീതിയിൽ സെയിലായി പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10-15 കട എനിക്ക് മെയിനായിട്ട് സ്ഥിരം കിട്ടുന്നുണ്ട്. 2 ആഴ്ച കൂടുന്തോറും ഞാൻ ഇങ്ങനെ ഡിമാൻഡ് അനുസരിച്ച് അവർക്ക് സപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ജോലിക്കായി പലയിടങ്ങളിലും ആകാശ് ശ്രമിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. തുടർന്ന് ജോലി സാധ്യതയുള്ള കോഴ്സ് പഠിക്കുവാൻ പാർട്ട് ടൈം ജോലി നോക്കിയെങ്കിലും പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ എല്ലാ വാതിലും അടഞ്ഞു എന്ന് കരുതി ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് സ്വയം തൊഴിൽ എന്ന പദ്ധതി ആകാശിൻ്റെ മനസ്സിൽ ഉദിച്ചത്. അങ്ങനെയാണ് ക്ലീനിങ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പദ്ധതി ആരംഭിക്കുന്നത്. മുതൽ മുടക്ക് കയ്യിലില്ലാത്തതിനാൽ സുഹൃത്തുക്കളും ആകാശിനെ സഹായിക്കുവാനായി മുന്നോട്ട് വന്നു. അങ്ങനെ തൻ്റെ ചെറിയ സംരംഭത്തിന് ആകാശ് തുടക്കം കുറിച്ചു. ആദ്യമൊക്കെ പ്രോഡക്റ്റ് വിൽപ്പന അല്പം ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും പതിയെ അതിന് മാറ്റം വന്നു. ഇപ്പോൾ ആകാശിൻ്റെ പ്രോഡക്റ്റുകൾക്ക് ആവശ്യക്കാർ ഏറുകയാണ്. അവ ഈ ലോഷൻ നമുക്കിവിടെ കടകളിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്, വേറെ കടകളിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ ഞാൻ എടുക്കുന്നുണ്ട്. കാരണം എനിക്കറിയാമെന്നുള്ളൊരു കൊച്ചാണ്. അവൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ, അവന് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അവ ഇതിന് ഇറങ്ങി തിരിച്ചത്. അവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ലാത്തതാണ്. അപ്പോൾ അതിൻ്റെ ചികിത്സയ്ക്കും മറ്റും കാര്യങ്ങൾ വേണം. അതാണ് ഈ ചെറുപ്രായത്തിൽ അവ ഇതിലോട്ടായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ തന്നെയാണ് അവനെ കൂടുതൽ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്.
അപ്പം ഈ സാധനങ്ങൾ ആൾക്കാർ കൂടുതൽ സജസ്റ്റ് ചെയ്ത് മേടിക്കുന്നുണ്ട്. ഇപ്പം മേടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കച്ചവടം ഉണ്ട് അവന്. ഇനിയിപ്പോൾ അത് വണ്ടി വിളിച്ച് വേറെ കൊണ്ട് പോകണം. ഒരു കുഴപ്പമില്ല. ആരും ഇതുവരെ ഒരു കുറ്റവും ഒന്നും പറഞ്ഞിട്ടില്ല. ക്വാളിറ്റിയൊക്കെ ഉള്ളത്. തൻ്റെ പഠനവും വീട്ടിലെ ചിലവും അമ്മയുടെ ചികിത്സയും ഒക്കെ നടക്കണമെങ്കിൽ തൻ്റെ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ സ്വീകരിക്കണം. അതിനായി ശ്രമിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. ആദ്യം ഇവൻ ഈ ലോഷൻ ഉണ്ടാക്കുന്ന ഒരു ആശയം എൻ്റെ അടുത്തൊന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കൊള്ളാടാ നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ഓരോ കുപ്പികളൊക്കെ എടുത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓരോ വീടുകളിൽ കൊണ്ട് കൊടുത്തായിരുന്നു. പിന്നെ നമുക്ക് നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ വലിയൊരു ബൾക്കായിട്ട് കുപ്പികളെടുത്ത് ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളത്. ഭാരത് ഭൂഷൺ, കല്ലമ്പലം.